ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദൂസ് വെറൈറ്റി. ഇന്ന് നമുക്കൊരു ഹെൽത്തി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ റാഗി സേമിയയാണ് എടുക്കുന്നത്. റാഗി സേമിയ കൊണ്ടുള്ള ഒരു പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 500 ഗ്രാമിൻ്റെ റാഗിയാണ് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നനയാനുള്ള കുതിർക്കാനുള്ള വെള്ളം നമ്മൾ എടുത്ത് ഒഴിക്കുക. എന്നിട്ടത് മുങ്ങുന്ന രീതിയിൽ 1 മിനിറ്റ് നേരത്തേക്ക് മുക്കിയിടുക. അതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ അതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റുക. റാഗിയിൽ ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് നിറയാനും വെയിറ്റ് ലോസിനും സഹായിക്കുന്നതാണ്. ഇതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഷുഗർ കുറയാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ ഇതിനകത്ത് കാൽസ്യവും അയണും ഒക്കെ ഉള്ളതാണ്. ഇത് കഴിഞ്ഞ് സ്റ്റെയിനറിൽ നിന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ആവശ്യത്തിന് ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങയാണ് ഇതിനു വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത്. റാഗി ആയതുകൊണ്ട് തന്നെ ഒരു മുറി തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി സേമിയ രൂപത്തിലായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കുട്ടികളത് റാഗി ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ കഴിക്കുന്നതാണിത്. ഇത് മൂന്നും കൂടി നന്നായിട്ട് തേങ്ങയും ഉപ്പും എല്ലാം കൂടി സോഫ്റ്റായിട്ട് കുഴച്ച് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. റാഗി കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നാരങ്ങയോ ഓറഞ്ചോ ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അയൺ കിട്ടുന്നത് ഡബിളായിരിക്കും. അപ്പം ഹെൽത്തി ഫുഡ് ആഗ്രഹിക്കുന്നവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇതറിയാവുന്ന കാര്യമായിരിക്കാം. ഞാനിത് മിക്സ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുന്നു. ഇഡ്ഡലി പാത്രത്തിലായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. കുട്ടിയിലൊന്നും നിറയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പം റാഗി സേമിയയെക്കുറിച്ച് പോലും അറിയാത്തവർ ഉണ്ടാവാം. അവർക്ക് വേണ്ടിയാണ് ഇത് ഇവിടെ കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഫാറ്റ് ഫ്രീ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കണം. പിന്നീട് 10 മിനിറ്റ് വേകാൻ വെച്ചിട്ട് എന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. രുചികരമായ റാഗിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.